ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസസിലെ അടുത്തടുത്ത രണ്ട് ടേമുകൾ തന്നാൽ നമ്മൾ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ സെക്കൻഡ് ടേമും തരുന്നു, തേർഡ് ടേമും തരുന്നു. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? തേർഡ് ടേമിൽ നിന്ന് കുറച്ച് കണക്കുകൾ അങ്ങോട്ട് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോ അടുത്തടുത്തല്ലാതെയുള്ള ടേമുകൾ നമുക്ക് തരാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ചെയ്ത ആറാമത്തെ കണക്കിനകത്ത് ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമുമാണ് തന്നേക്കുന്നത്. സെക്കൻഡും തേർഡുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് കോമൺ ഡിഫറൻസിനെ ഡി എന്നെടുത്തു. പക്ഷെ ചിലർക്കൊരു കൺഫ്യൂഷൻ, ഈ ഫസ്റ്റ് ടേമിനോട് കൂടി കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴാണ് നാലാമത്തെ ടേമിലേക്ക് എത്തുന്നത്? ചില കയ്യിലും കല്ലിലും വിരളൊക്കെ വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂട്ടുമ്പോൾ സെക്കൻഡ് ടേമായി, ഒന്നുകൂടെ കൂട്ടുമ്പോൾ തേർഡ് ടേമായി, ഒന്നുകൂടെ കൂട്ടുമ്പോൾ ഫോർത്ത് ടേമായി. അപ്പൊ എത്ര പ്രാവശ്യം കൂട്ടണം? 3 പ്രാവശ്യം കൂട്ടണം. ഞാൻ അതിനൊരു എളുപ്പമാർഗം പറഞ്ഞു തരാം. പക്ഷെ നിങ്ങളുടെ പുസ്തകത്തിലെ അടുത്ത സെക്ഷനിൽ മാത്രമേ ഈ മെത്തേഡ് എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ചാപ്റ്റർ മൊത്തം പഠിച്ചിട്ടാണല്ലോ പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ മെത്തേഡിൽ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. പറഞ്ഞ എന്റെ ചുരുക്കം, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ അടുത്തടുത്തല്ലാത്ത രണ്ട് ടേമുകൾ നമുക്ക് തന്നാൽ എന്ത് കണ്ടുപിടിക്കാൻ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോകും. അതിനൊരു ഫോർമുലയുണ്ട്. ഞാൻ ആദ്യം ആ ഫോർമുല ഒന്ന് ബോർഡിൽ എഴുതാം. തൊട്ടടുത്ത സെക്ഷൻ വരുമ്പോൾ ഇതവിടെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ആ ഫോർമുല ഇങ്ങനെയാണ്, ഞാൻ എഴുതാവൂ. കോമൺ ഡിഫറൻസ് ഈക്വൽ എന്ത് ഈക്വൽ? കോമൺ ഡിഫറൻസ് ഈക്വൽ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഒന്ന് പറഞ്ഞ എല്ലാവരും. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഒന്നുകൂടെ പറഞ്ഞു. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നുകൂടെ പറഞ്ഞാട്ടെ. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓർക്കാൻ ഞാൻ ഇങ്ങനെ പറയാം, സി ഡി ഈക്വൽ ടി ഡി ബൈ പി ഡി. ഇതാണ് സി ഡി ഈക്വൽ ടി ഡി ബൈ പി ഡി. ഒന്നുകൂടെ, സി ഡി ഈക്വൽ ടി ഡി ബൈ പി ഡി. എന്തോ സി ഡി? കോമൺ ഡിഫറൻസ്. എന്തോ ടി ഡി? ടേം ഡിഫറൻസ്. എന്തോ പി ഡി? എപ്പോഴാ ഇത് ഉപയോഗിക്കുന്നത്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ അടുത്തടുത്തല്ലാത്ത, അതായത് പൊസിഷൻ കൊണ്ട് അടുത്തടുത്തല്ലാത്ത രണ്ട് ടേമുകൾ തന്നാൽ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എഴുതിയെടുത്താട്ടെ. നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയെടുക്കാം. നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയെടുക്കാം. ശരി, ഒന്ന് വായിച്ച ചോദ്യം എല്ലാരും. കാൽക്കുലേറ്റ് the first 5 terms of the arithmetic sequence. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ എത്ര ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം? 5 ടൈം, 5 പദങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്തൊക്കെയാ തന്നേക്കുന്നത്? വിത്ത് തേർഡ് ടൈം 37. തേർഡ് ടൈം എത്രയാണ്? 37. അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ടൈം 37. പിന്നെ ആൻഡ് 7th ടേം. അപ്പൊ 5, 6, 7ാമത്തെ ടേമാണ് പിന്നെ തന്നേക്കുന്നത്. എത്രയാണ്? 73. ഇത് രണ്ടെണ്ണം ഉപയോഗിച്ചുകൊണ്ട് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 5 പേരെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ ശ്രദ്ധിച്ച് നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന 2 പേർ അടുത്തടുത്തുള്ള 2 ടേമുകളാണോ? വാർന്ന് പറയാനെന്ന് അല്ല, പൊസിഷൻ കൊണ്ട് ഇച്ചിരി അകലെയുള്ള ആളുകളാണ്. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച നോട്ട് വെച്ച് നമുക്ക് കണക്ക് ചെയ്യാമല്ലോ. അപ്പൊ എഴുതുക,
ആൻസർ എന്ന് എഴുതിയിട്ട് എഴുതുക അരിത്തമെറ്റിക് സീക്വൻസ്. ആൻസർ എന്ന് എഴുതിയിട്ട് അരിത്തമെറ്റിക് സീക്വൻസ്. ഞാൻ പറയുന്ന പോലെ എഴുതണം. പറഞ്ഞോ. തേർഡ് ടേം ഈക്വൽ എത്രയാണ്? 37. അടുത്തേ സെവൻത് ടേം ഈക്വൽ 73. ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യന് തന്നേക്കുന്ന സംഗതിയാണ്. അപ്പൊ ബ്രാക്കറ്റിൽ ഗിവൺ. ഓക്കെ. അപ്പൊ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 5 പേരെ എഴുതണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം ആരെയാണ്? അതുകൊള്ള ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 5 പേരെ എഴുതണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യം ആരെയാണ്? കോമൺ ഡിഫറൻസ്. ആരെയാണ്? ആ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനല്ല ഞാൻ ഇച്ചിരി മുമ്പ് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നെ. എന്തുവായിരുന്നു? എഴുതുക കോമൺ ഡിഫറൻസ് ഈക്വൽ കോമൺ ഡിഫറൻസ് ഈക്വൽ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഈക്വൽ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഡി. എഴുതുക അടുത്ത വരിയില് ഡി ഈക്വൽ. ഇനിയാണ് ശ്രദ്ധിച്ചു കുറയ്ക്കേണ്ടത്. ടേം ഡിഫറൻസ് 73 മൈനസ് 37 ബൈ പൊസിഷൻ ഡിഫറൻസ് 7 മൈനസ് ന്യൂമറേറ്ററിൽ എന്ത് ഓർഡറിലാണോ സബ്ട്രാക്ട് ചെയ്യുന്നത്, അതായത് ടേമിന്റെ ഡിഫറൻസ് 73ൽ നിന്ന് 37 കുറച്ചാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പൊസിഷൻ ഡിഫറൻസ് 7ൽ നിന്ന് 3 തന്നെ കുറയ്ക്കണം. അല്ലാതെ താഴെ വരുമ്പോൾ എന്ത് മാറ്റരുത്? ഓർഡർ മാറ്റരുത്. എന്ത് മാറ്റരുത്? അപ്പൊ എഴുതുക 73 മൈനസ് 37 ഡിവൈഡഡ് ബൈ 7 മൈനസ് 3. 73ൽ നിന്ന് 37 ഒന്ന് കുറച്ച് പറഞ്ഞേ. 73ൽ നിന്ന് 37 കുറയ്ക്കണം. 3ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇപ്പുറത്തുനിന്ന് കടമെടുക്കുന്നു. അപ്പൊ ഇവിടെ 13 ആയി, ഇവിടെ 6 ആയി. 13ൽ നിന്ന് 7 കുറയ്ക്കണം. അപ്പൊ തിരിച്ചാലോചിച്ചാൽ മതി. 7നോട് എന്ത് കൂട്ടിയാൽ 13 കിട്ടും? പറഞ്ഞു ശരിയാ. 6. 6ൽ നിന്ന് 3 കുറച്ചാൽ 3. അപ്പൊ എത്ര കിട്ടും ആൻസർ? 36. അപ്പൊ ഡി ഈക്വൽ 36 ഡിവൈഡഡ് ബൈ 7 മൈനസ് 3 4. അപ്പോൾ ഡി ഈക്വൽ 36 ഡിവൈഡഡ് ബൈ 4 എത്ര? 9. അപ്പൊ ആരെ കിട്ടി? എഴുതുക അടുത്ത വരിയില് കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി. അടുത്ത വരിയിൽ എഴുതാനാ. കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ ഉണ്ടെന്നില്ല. ഡി ഈക്വൽ 9. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത മെത്തേഡിലാണെങ്കിൽ ഇതെങ്ങനെ വരും എന്നറിയാം. ഇങ്ങോട്ട് നോക്കിക്കേ. തേർഡ് ടേമിനോട് കോമൺ ഡിഫറൻസ് ഒരു തവണ കൂട്ടുമ്പോൾ ഫോർത്ത് ടേമായി, ഒന്നുകൂടെ കൂട്ടുമ്പോൾ ഫിഫ്ത്ത് ടേമായി, ഒന്നുകൂടെ കൂട്ടുമ്പോൾ സിക്സ്ത് ടേമായി, ഒന്നുകൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോ സെവൻത് ടേമായി. അപ്പൊ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം? 4. അപ്പൊ 4D വിലയല്ലേ 36 എന്ന് വരുന്നത്. സംഗതി അത് തന്നെയാണ്. നമ്മളതൊരു ഇക്വേഷൻ ആക്കിയപ്പം നമ്മൾ അവിടെ ഇരുന്ന് എണ്ണിപ്പെറുക്കി എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു എന്ന് കണ്ടുപിടിക്കേണ്ടി വരുന്നില്ല. രണ്ട് മെത്തേഡും ഒരേ സാധനം തന്നെയാണെന്ന് പിടികിട്ടിയല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ആ സീക്വൻസിലെ ആളുകളെ അങ്ങോട്ട് എഴുതാം. എത്ര പേര് എഴുതാൻ പറഞ്ഞേ? 5 പേര്. അപ്പൊ എനിക്ക് 1 2 3 4 5. പക്ഷെ ചെറിയ കുഴപ്പമുണ്ട്. വേണ്ട, 5 പേരെ മതി. 5 പേരെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സെട്ര ആയിട്ട് അങ്ങ് വെച്ചേക്കാം. ഓക്കെ. ഇതിൽ ആരെയെങ്കിലും നിങ്ങൾക്ക് അറിയാമായിരുന്നു? ആരെ അറിയും? മൂന്നാമത്തെ ടൈം എത്ര? അപ്പൊ അവിടോട്ട് നമ്മൾ 37 എഴുതി. ഓക്കെ. ഇനി റോഷ്നി, ഇവിടുന്ന് വലത്തോട്ടുള്ള ആളുകളെ എങ്ങനെ കണ്ടുപിടിക്കും?
കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പൊ 37 കൂടി 9 കൂടി ആഡ് ചെയ്ത് പറഞ്ഞാട്ടെ 37 + 9 എത്ര 46 കൂടി വീണ്ടും 9 ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 55. ഇനി ഇതിന് മുമ്പുള്ള ആളുകളെ എങ്ങനെ കണ്ടുപിടിക്കും? സബ്ട്രാക്ട് ചെയ്യണം. 37 നിന്ന് 9 കുറയ്ക്കണം. 20 6 28. അതിന് മുമ്പുള്ള ആളെ കണ്ടുപിടിക്കണമെങ്കിലോ അതിൽ നിന്ന് വീണ്ടും 9 സബ്ട്രാക്ട് ചെയ്യണം. 28 നിന്ന് 9 കുറച്ച് എത്ര? 19 19. ഇപ്പൊ സീക്വൻസ് എഴുതാൻ എളുപ്പമില്ലേ സംഗതി? ആയോ? എഴുതിയാട്ടെ. പത്തൊൻപത് 28 37 46 55 എക്സെട്ര. നമ്മൾ കുത്തിയിരുന്ന് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണമെന്നൊന്നും എന്ത് ചെയ്യേണ്ട, കാൽക്കുലേറ്റ് ചെയ്യേണ്ട. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ, ഒറ്റ കാര്യം ശ്രദ്ധിച്ചോണം, ടേം ഡിഫറൻസ് എന്ത് ഓർഡറിലാണോ എടുക്കുന്നത് അതേ ഓർഡറിൽ തന്നെ വേണം പൊസിഷൻ ഡിഫറൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. അപ്പൊ നമ്മൾ ഒരുമിച്ച് ചെയ്യുകയാണ്. പറഞ്ഞാട്ടെ, എന്താണ് നിങ്ങൾക്ക് അരിത്തമെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട് തന്നേക്കുന്ന കാര്യങ്ങൾ പറയും. എഴുതുക. തേർഡ് ടേം ഈക്വൽ തേർഡ് ടേം ഈക്വൽ മിണ്ടുന്നില്ല 34. സ്റ്റെപ്പ് പറഞ്ഞിരുന്നു പിള്ളേരെ. അടുത്തേ സിക്സ്ത് ടേം ഈക്വൽ 60. ഒരു ചോദ്യം, ഇത് രണ്ടും തന്നിട്ടുണ്ട്. അപ്പൊ ഒരു ബ്രാക്കറ്റ് വരച്ചിട്ട് ഗിവൺ എന്നെഴുതും. ചോദ്യം ഇതാണ്, ഇവര് രണ്ടുപേരും പൊസിഷൻ കൊണ്ട് അടുത്തടുത്ത രണ്ടാളുകളാണോ? മൂന്നാമത്തെ ആളും ആറാമത്തെ ആളും പൊസിഷൻ കൊണ്ട് അടുത്തടുത്ത രണ്ടുപേരാണോ? അല്ല. നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തോ? എഴുതുക. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഉണ്ടെന്നില്ല. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, നീ എന്റെ കൂടെ സ്റ്റെപ്പ് പറഞ്ഞു തരണം. കോമൺ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഡി. ടേം ഡിഫറൻസ് പറഞ്ഞാട്ടെ. 67 മൈനസ് 34 ഡിവൈഡഡ് ബൈ 6 മൈനസ്, അപ്പോൾ ഡി ഈക്വൽ 67 നിന്ന് 34 കുറയ്ക്കണം. പറഞ്ഞാട്ടെ, 67 നിന്ന് 34 കുറച്ചാൽ 30 ഡിവൈഡഡ് ബൈ 6 നിന്ന് 3 കുറച്ചാൽ 3. സോ ഡി ഈക്വൽ 33/3. 33നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11 11 ആണോ? അപ്പൊ അടുത്ത വരിയിൽ വിച്ച് ഇംപ്ലൈസ് കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 11. ഓക്കെ, എത്ര പേരെയാ കണ്ടുപിടിക്കണ്ടേ? 5 പേരെ. അപ്പോ 1 2 3 4 5 എക്സെട്ര. ഈ 5 പേരിൽ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? മൂന്നാമത്തെ ടേം അറിയാം. എത്ര? 34. അപ്പൊ 1 2 മൂന്നാമത്തെ അവിടോട്ട് 34 എഴുതി. ഈ 34 കഴിഞ്ഞിട്ടുള്ള ആളുകളെ എങ്ങനെ കണ്ടുപിടിക്കും? സബ്ട്രാക്ട് ചെയ്യും. 34 കഴിഞ്ഞിട്ടുള്ളവർ ആഡ് ചെയ്യണം. 34 കഴിഞ്ഞിട്ടുള്ള അടുത്ത ആളിനെ എങ്ങനെ കണ്ടുപിടിക്കും? 34നോട് 11 കൂട്ടണം. അപ്പൊ എത്ര കിട്ടും? 40. എഴുതുക. 45. 45 കഴിഞ്ഞിട്ടുള്ള ആളിനെ എങ്ങനെ കണ്ടുപിടിക്കും? 11. എത്ര കിട്ടും?
56. 34 മുമ്പുള്ള ആളിനെ എങ്ങനെ കണ്ടുപിടിക്കും? അല്ല, എങ്ങനെ കണ്ടുപിടിക്കും? 11 സബ്ട്രാക്ട് ചെയ്യണം, 11 കുറയ്ക്കണം. 34 11 കുറച്ചാൽ 23 മുമ്പുള്ള ആളിനെ എങ്ങനെ കണ്ടുപിടിക്കും? 23 നിന്ന് 11 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 12. അടുത്ത 5 വരായില്ലേ? അടുത്ത 5 വരായോ? ബുദ്ധിമുട്ടെന്തെങ്കിലും? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. അപ്പൊ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനകത്തിൽ എന്തൊക്കെയാ തന്നിരുന്നത് വായിച്ചാട്ടെ. തേർഡ് ടേം തേർഡ് ടേം 43. സിക്സ്ത് ടേം 76. ഓക്കെ, വായിച്ചാട്ടെ. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. വായിച്ചോ. ഡി ഇസ് ഈക്വൽ ടു 76 മൈനസ് 43 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3. അപ്പോ ഡി ഈക്വൽ 33/3. അപ്പൊ ഡി ഇസ് ഈക്വൽ ടു 11. ശരിയാണെങ്കിൽ ശരി ഇടുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 5 പേരെയാണ് വേണ്ടത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 5 ഡാഷ് ഇട്ട് വെച്ചു. അതിലാരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? തേർഡ് ടൈം അറിയാം. തേർഡ് ടൈം എത്ര? 43. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈം കഴിഞ്ഞിട്ടുള്ള ആളുകളെ എങ്ങനെ കണ്ടുപിടിക്കും? പ്ലസ് 11. അപ്പൊ എത്ര കിട്ടി? 54ഉം 65ഉം 54ഉം 65ഉം. അതിന് മുമ്പുള്ള ആളിനെ എങ്ങനെ കണ്ടുപിടിക്കും? 11 സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 32ഉം 21ഉം. 32ഉം. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇങ്ങനെയാണോ എല്ലാവർക്കും ആൻസർ കിട്ടിയത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബോർഡിൽ ചെയ്ത് കാണിക്കണം. വേണോ? വേണ്ട. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എഴുതി ഒന്ന് ചെയ്താട്ടെ. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എഴുതി ചെയ്താട്ടെ. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനകത്തിൽ എന്താണ് പറയുന്നത് വായിച്ചാട്ടെ. തേർഡ് ടേം 2. ഇവിടെ തേർഡ് ടേം 2. അടുത്തേ ഫിഫ്ത് ടേം. ഈ തേർഡ് ടേമും ഫിഫ്ത് ടേമും പൊസിഷൻ കൊണ്ട് അടുത്തടുത്ത രണ്ടുപേരാണോ? ആണോ? അല്ല. അപ്പൊ ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പറഞ്ഞാട്ടെ. ഡി ഈസ് ഈക്വൽ ടു 3 മൈനസ് 2 ഡിവൈഡഡ് ബൈ 5 മൈനസ് 3. അപ്പോൾ ഡി ഈക്വൽ 3ൽ നിന്ന് 2 കുറച്ചാൽ 1 ബൈ 5 മൈനസ് 3 ഓർ 1/2 എന്ന് പറയുന്നതിനൊരു ഡെസിമൽ ഫോം ഉണ്ട്. അറിയാമോ? 0. ഇതിൽ രണ്ടിൽ ഏത് വെച്ച് വേണമെങ്കിൽ ആൻസർ എഴുതാം. ഞാൻ 2 എഴുതി കാണിക്കാം, ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കാം. ആദ്യത്തെ 5 പേരിൽ ആരെയൊക്കെ നമുക്കറിയാം? മൂന്നാമത്തെ ടേം 1, 2. മൂന്നാമത്തെ ടേം 2 ആണെന്നറിയാം. അഞ്ചാമത്തെ ടേം 3 ആണെന്നറിയാം. അപ്പൊ രണ്ടിടത്ത് ഞാൻ ആളുകളെ എഴുതി. ഓക്കെ, ഇനി കോമൺ ഡിഫറൻസ് ഫ്രാക്ഷനായ ഹാഫ് വെച്ച് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പൊ 2 കഴിഞ്ഞിട്ടുള്ള ആള് 2 and a half. 2 and 1/2. നാടൻ ഭാഷയിൽ 2.5 എന്ന് പറയും. അടുത്തത് 3. ഇനി 2ന് മുമ്പുള്ള ആളോ? 2ൽ നിന്ന് ഹാഫ് അര കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 1 and 1/2. അതിന് മുമ്പുള്ള ആളെ കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും അര കുറയ്ക്കണം. 1.5ൽ നിന്ന് അര കുറച്ചാൽ 1. നോക്കിക്കേ. 1, 1.5, 2, 2.5, 3 എക്സെട്ര. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി ഇത് പോയിന്റ് വെച്ചെഴുതുകയാന്ന് വിചാരിക്കാം. പറഞ്ഞാട്ടെ. പോയിന്റ് വെച്ചെഴുതുമ്പോ 2.53. 2ന് മുമ്പുള്ള ആള് 1 പോയിന്റ്. അതിന് മുമ്പുള്ള ആള്. ഇങ്ങനെ 2 വിധത്തിൽ എഴുതിയാലും ആൻസർ ശരിയാണ്. ഇനി ബുക്ക് ഓർ നോക്കിക്കേ ശരിയാണോന്ന്.
നാലാമത്തെ ചോദ്യത്തിൽ എന്തൊക്കെയാ തന്നേക്കുന്നതെന്ന് പറഞ്ഞാട്ടെ. ഫിഫ്ത്ത് ടേം എത്രയാണ്? 8. അപ്പൊ ഫിഫ്ത്ത് ടേം ഈക്വൽ 8. അടുത്തത് നയൻത് ടേം 10. നയൻത് ടേം ഈക്വൽ 10. ഇവര് രണ്ടുപേരും പൊസിഷൻ കൊണ്ട് അടുത്തടുത്ത രണ്ടുപേരാണോ? അല്ല. അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പറഞ്ഞാട്ടെ. 10 മൈനസ് 8 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5. 10ൽ നിന്ന് 8 കുറച്ചാൽ 2 ബൈ 9ൽ നിന്ന് 5 കുറച്ചാൽ 4. ഈ 2/4 എന്നതിനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം, കട്ട് ചെയ്യാം. എത്ര കൊണ്ട്? 2 കൊണ്ട്. 2 1 2 2 2 4. അപ്പൊ ഡി ഈക്വൽ, ഇതിന്റെ ഡെസിമൽ ഫോം എഴുതുവാണെങ്കിൽ 0.5. അപ്പൊ കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 1/2 ഓർ 0.5. അപ്പൊ 5 ഡാഷ് ഇട്ട് വെച്ചു. ആരെയൊക്കെയാണ് അറിയാവുന്നത്? അഞ്ചാമത്തെ ടേമിനെ അറിയാം 8. രണ്ടിടത്തും 8 എഴുതി വെച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പുറകോട്ടുള്ള ആളുകളെയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്ത് എഴുതണം. 8ൽ നിന്ന് ഹാഫ് കുറച്ചാൽ 7.5 7 6.5 6. ഡെസിമൽ വെച്ച് എഴുതുവാണെങ്കിലോ 7.5 7 6.5 6. ഇങ്ങനെ ഉത്തരം കിട്ടിയവരുന്ന് കൈ ഉയർത്തിക്കാട്ടെ. ഓക്കെ, ബാക്കിയുള്ളവർ വേഗം കംപ്ലീറ്റ് ചെയ്താട്ടെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്തുകൊണ്ട് വരിക. ക്വസ്റ്റ്യനോട് എഴുതിയിട്ടാട്ടെ.